ഹായ്, നമസ്കാരം. ഞാനിന്നിപ്പോ ഉള്ളത് നമ്മുടെ വെളുന്നല്ലൂർ പഞ്ചായത്തിലെ ആക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ 28-30 വർഷത്തോളം പ്രവാസിയായിരുന്ന ഒരാള് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം എന്നൊരു ആഗ്രഹത്തോടു കൂടി നാട്ടിലെത്തുകയും വളരെ വിജയകരമായ രീതിയിൽ കുറേ കാര്യങ്ങൾ ഈ നാട്ടിൽ തന്നെ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ ചെയ്തു തീർക്കുകയും ചെയ്ത, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏകദേശം ഒരു മാസം എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 1.5 ലക്ഷത്തോളം രൂപ വരുമാനമുണ്ടാക്കുന്ന ഒരു സഹോദരനെയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പൗർണമി ഓർഗാനിക് ഫാം, അതിൻ്റെ ഉടമസ്ഥനാണ് സുരേഷ് ഭായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പലപ്പോഴും ഇതുപോലുള്ള ഡയറി ഫാമുകൾ ആളുകൾ വളരെ ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്ന ഒരു പദ്ധതിയാണ്. ഇതുപോലെ കോഴി വളർത്തലും അതുപോലെ തന്നെ ഡയറി ഫാമും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് കുറച്ച് ഫണ്ട് കൊണ്ടുവന്ന് ഇറക്കി ചെയ്ത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും, അല്ലെങ്കിൽ വിജയകരമാക്കാൻ കഴിയും എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന ഒത്തിരി പ്രവാസികളുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ നിലവിൽ അവർക്ക്, അതായത് ഇതുപോലെ പ്രവാസ ജീവിതത്തിലുള്ള ആളുകൾക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? ഇല്ല, ഇത് ഉള്ള പറ്റുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ വന്ന ഉടനെ വന്നൊരു ഷെഡ് അടിച്ച് കുറേ പശുവിനെ ഇടും, അല്ലെങ്കിൽ കുറേ കോഴി ഇടും, പിറ്റേന്ന് മുതൽ കൂട്ടം തുടങ്ങും. അതല്ല സംഭവം. നമ്മൾ ആദ്യമായി ഇതിനെപ്പറ്റി പഠിക്കണം. പഠിച്ച് എവിടെയാണ് നഷ്ടങ്ങൾ, എവിടെയാണ് ലാഭങ്ങൾ, ഇത് നോക്കി നമുക്ക് അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിൽ ഏത് കാര്യങ്ങളും നല്ല രീതിയിൽ വിജയിക്കുന്ന ഉറപ്പാണ് എൻ്റെ ഫാം. ഒരു ദിവസം എത്ര മണിക്കൂർ, നിങ്ങൾ 24 മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എങ്ങും പോകാതെ തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മണിക്കൂർ ഈ ഒരു ഫാമുമായി ബന്ധപ്പെട്ട് സ്വന്തമായി ജോലി ചെയ്യുന്നുണ്ട്? ഞാനെന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് കൂടെ നടക്കുകയാണെങ്കിൽ ഞാൻ 1 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ്. 1 മണിക്ക് എഴുന്നേറ്റിട്ട് 1:30 മുതൽ ടാപ്പിംഗ് ചെയ്യും. 32,000 മരത്തോളം ടാപ്പിംഗ് ഉണ്ട്. അതെല്ലാം കൂടെ ചെയ്ത് ഇവിടുത്തെ പാലിൻ്റെ പരിപാടി നേപ്പാളികൾ ചെയ്യുന്ന ആ സമയത്ത് പാൽ കൊണ്ട് കൊടുത്ത്, പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചിക്കൻ വെട്ടി ഇവിടെയുള്ള ഹോട്ടലുകളെല്ലാം നമ്മളാണ്. ഹോട്ടലെല്ലാം കൊടുത്ത് വന്ന് വരുമ്പോഴത്തേക്ക് അവിടെ പാലെടുക്കാറാവും. അവിടെ പാലെടുത്ത് നേപ്പാളീസിലേക്ക് പോയി പാലെടുക്കണം. പാലിക്ക് എടുത്ത് റെഡിയായി തീറ്റിക്ക് അടിച്ച് വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ആയാലും എനിക്ക് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4-5 മണി വരെയാണ് റെസ്റ്റ് കിട്ടുന്നത്. മൊത്തത്തിൽ ഒരു 24 മണിക്കൂറിൽ ആകെ മൊത്തത്തിലുള്ള റെസ്റ്റ് എന്ന് പറയുന്നത് അത്രയും. പിന്നെ വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയത്ത് 1 മണിക്ക് 10 മണി 3-3.5 മണിക്കൂർ. വൈകുന്നേരം ഒരു അല്പസമയവും അതിനുശേഷം രാത്രിയിൽ ഒരു 3-4 മണിക്കൂറാണ് ഉറക്കമുള്ളത്. നോക്കിയിട്ട് കാശ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. നല്ല രീതിയിൽ പഠിച്ചാൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാൻ, പക്ഷേ അധ്വാനിക്കാൻ മനസ്സുണ്ടാകണം. ഇത്രയും പരിപാടി. എത്ര പശുക്കളെ വരെ നിർത്തിയിട്ടുണ്ട് ഇവിടെ? ഞാൻ ഇവിടെ 20 പശുക്കളെ വരെ നിർത്തിയിട്ടുണ്ട്. 20 പശുക്കളെ ഉണ്ടായിരുന്നു. അത് 10 പശുവിലേക്ക് മാറ്റിയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റോളിങ് നടക്കണമെങ്കിൽ 10 പശു കൂടുതലായിപ്പോയ 10 പശുവിൽ കൂടുതലാണെങ്കിലും നടക്കത്തില്ല. അങ്ങനെ ഇപ്പം 10 പശു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കി ബ്രോയിലറിൻ്റെ ചിക്കൻ ഇടുന്നുണ്ട്. അത് വെട്ടി തന്നെ കടയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇടുന്ന ചിക്കൻ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. കൂടുതലും അങ്ങനെയാണ് കൊടുക്കുന്നത്. വേറെ ഫാമുകളുണ്ട്, നമുക്ക് ഫാമുണ്ട്. വേറെ ഫാമുകൾ എടുത്തിട്ട് നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ചിക്കൻ എടുക്കുന്നുണ്ട്. പിന്നെ ഫാമുകാരിൽ നിന്ന് ചിക്കൻ നമ്മൾ വേറെ എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ആയാലും നല്ല ചിലവാണ്. ചിക്കൻ നല്ല ചിലവുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതും മാത്രമല്ല 10 രൂപ മാർജിനിലാണ് നമ്മൾ ചെയ്യുന്നത്. 5 രൂപ വെട്ടുകൂലിയും 5 രൂപ എനിക്കും. ഒരു ദിവസം എത്ര ഒരു 350-400 കിലോ ഡെയിലി പോകും. പശു വളർത്തൽ എന്നുള്ളത് ഒരു 10 പശുക്കളെ വളർത്തിയാൽ, അല്ലെങ്കിൽ 20ഓളം പശുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഈ 20 പശുക്കളെ വളർത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൽ നിന്നും ഒരു നിശ്ചിത ലാഭം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാറുണ്ടോ? നമുക്ക് ഒരുമാതിരി 15-നും 20-നും ഇടയ്ക്ക് പാൽ കിട്ടുന്ന പശുക്കളാണെങ്കിൽ നമുക്ക് ഡെയിലി 5000 രൂപ വെച്ച് മാറ്റി വയ്ക്കാൻ പറ്റും. 10-20 പശുക്കളുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റും. 20 പശുക്കളുണ്ടെങ്കിൽ 20 പശുക്കളുണ്ടെങ്കിൽ പാല് കിട്ടുന്ന ചിലവെല്ലാം കഴിഞ്ഞു. ഇതിൽ നമ്മൾ നോക്കേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചെന പിടിച്ച് പശുവിന് പാല് കുറയുമ്പോൾ ഒന്നീ ഓട്ടറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ ചെറിയ പാല് കിട്ടാത്ത പശുക്കളെ ഒഴിവാക്കണം. എന്നിട്ട് നമുക്ക് എപ്പോഴും 15-നും 20-നും ഇടയ്ക്ക് പാല് കിട്ടുന്ന പശുക്കളായിരിക്കണം നിർത്തേണ്ടത്. നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എത്ര കൊല്ലമായി? ഇപ്പോൾ ഏകദേശം 10 വർഷം. ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പൊ 10 കൊല്ലം കൊണ്ട് ഇത് തുടരില്ല. ഇപ്പൊ ഈ പൗൾട്രി ഫാമിനൊക്കെ ആനുകൂല്യങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, അതിനൊന്നും ആനുകൂല്യങ്ങളില്ല. ഇതിപ്പോ നിങ്ങൾ എവിടുന്ന ഈ മുട്ടക്കോഴിയും കാര്യങ്ങളൊക്കെ, അല്ലെ ഈ മുട്ട ഇവിടെ കൊണ്ട് വെച്ചിട്ട് വളർത്തുന്നതാണോ അതോ കുഞ്ഞുങ്ങളെ വാങ്ങുന്നത്? കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ 55 രൂപയ്ക്ക് ആവും ഇവിടെ ഫാമിൽ വരുമ്പോൾ. ചിപ്സ് അതിൽ പക്ഷേ ബ്രോയിലർ കുഞ്ഞുങ്ങൾ നമ്മൾ മൂതല, ഇവിടെ മൂതല നമ്മളെ പച്ചയിൽ സുരേഷുണ്ട് കാച്ചറിയിൽ നിന്ന് എടുക്കുന്ന, അത് റേറ്റ് അനുസരിച്ച് മാറി തിരിച്ചു പോയി. ഇപ്പൊ ഇട്ടേക്കുന്ന കുഞ്ഞ് 20 രൂപ. 20 വില. അതായത് പൗൾട്രി മറ്റേ ഇതിന്റെ ആണോ? ബ്രോയിലർ. ഇത് 55 രൂപയാണ് ഒരു കുഞ്ഞ്. ഇത് നമ്മൾ എത്ര ദിവസം വളർത്തിയാണ് കൊടുക്കുന്നത്? 50 ദിവസം വളർത്തി ഇതിന്റെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിന്റെ പുറത്ത് 20 രൂപ ലാഭം എടുത്താൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ BV380 പ്രത്യേകതകൾ എന്താണ്? ഈ BV380 എന്ന് പറഞ്ഞാൽ മറ്റേ കോഴികളെ അപേക്ഷിച്ച് ഇതിന് തീറ്റ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമില്ല. അതുമാത്രമല്ല 100 കോഴി 100 മുട്ട. ഹൈറ്റൊക്കെ കൂടുതലാണ് ഇത് വളരുന്നത്.
ഓ അങ്ങനെയാണ്. 100 കോഴി ഡെയിലി 100 മുട്ട, അതാണ് ഇതിന്റെ സിസ്റ്റം. അത് ഇങ്ങനെ അടയാവുകയോ അല്ലെങ്കിൽ അടയില്ല, കണ്ടിന്യൂസ് 1 വർഷം ഇടും. എന്ത് തീറ്റയാണ് ഇതിന് സാധാരണ മുട്ടയിടുന്ന കോഴികൾ? മുട്ടത്തീറ്റ തന്നെ. മുട്ടത്തീറ്റയാണ്. 10 വർഷത്തിനിടയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ഫാമുമായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടമാണോ അതോ കോട്ടമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നേട്ടമാണ്. നേട്ടം മാത്രമല്ല, മനസ്സിനൊരു തൃപ്തിയുള്ള ഒരു കാര്യം. നമ്മൾ ഫാമിലേക്ക് ഇറങ്ങിയാൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം മാറി കിട്ടും. അത് മാത്രമല്ല, സാമ്പത്തികമായിട്ട് നോക്കിയാലും നല്ല നേട്ടങ്ങളാണ്. അഭിവൃദ്ധിയുണ്ട്, യാതൊരു കുഴപ്പമില്ല. ടെൻഷനില്ല, ജോലി ഉണ്ട്. നമ്മൾ സമയം അറ്റൻഡ് ചെയ്യണം, അതേ ഉള്ളൂ. ജോലി ഒരെണ്ണം പെൻഡിങ് ഇടാൻ പാടില്ല. എല്ലാ ജോലികളും കൃത്യമായി നോക്കിക്കണ്ട് ചെയ്തു കഴിഞ്ഞാൽ ലാഭകരമായ ഒരു ബിസിനസ് തന്നെയാണ്. നമ്മളിപ്പം കൂടുതലായിട്ടും ചില ആളുകൾ ചെയ്യുന്ന കുറച്ച് പൈസ മുടക്കി ഷെഡ് ഉണ്ടാക്കി പശുവിനെ വാങ്ങിച്ചിട്ട് കുറേ ജോലിക്കാരെ ആക്കിയിട്ട് അവരങ്ങ് പോകും. അങ്ങനെ പോകില്ല. നമ്മൾ കൂടെ നിന്നാലേ പറയുന്നുള്ളൂ. ഉറപ്പായിട്ട് ലാഭകരമായ എല്ലാ കാര്യത്തിലും നമ്മൾ കൈയടത്തി അത് കറക്റ്റാണെന്ന് നോക്കി കൊണ്ടുപോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പം അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.